ഹായ് മക്കളെ, ഈ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികേറ മലയാണോ? നമുക്കൊന്നും സാധിക്കൂലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ തോന്നിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജെ എന്ന് പറഞ്ഞ സാധനം ടഫ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങളതിൻ്റെ ബോർഡ് എക്സാം ആയിട്ടും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ ബോർഡ് എക്സാം നിങ്ങളൊരു ടോപ്പർ ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമർ ആവണമെങ്കിൽ നിങ്ങൾക്ക് 99% മാർക്കൊക്കെ നിങ്ങൾക്ക് വേണം അല്ലേ? അല്ലെങ്കിൽ 98% മാർക്കൊക്കെ വേണം. പക്ഷേ ജെയ്ക്ക് അങ്ങനെയല്ല. ജെയ്ക്ക് നമുക്ക് പെർസെൻറ്റൈലിലാണ് കണക്ക് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99ഒക്കെയാണ് നല്ല അടിപൊളി പെർസെൻറ്റേജ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ 99 കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാർക്ക് വേണം. അതായത് ജെയ് 300 നമുക്കറിയാം. 300 അടുപ്പിച്ച് തന്നെ വേണോ നിങ്ങൾക്ക് 99 കിട്ടാൻ വേണ്ടി? അതിൻ്റെ ആവശ്യമില്ല. ജെയ് എന്ന് പറഞ്ഞാൽ ഒരു ലോ സ്കോറിംഗ് എക്സാമാണ്. നമുക്ക് കണക്ക് വെച്ച് സംസാരിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ജെയുടെ കണക്ക് തന്നെ നമുക്ക് നോക്കാം. ഞാൻ പേപ്പറിലെ ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ 9 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടന്നിരിക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഓക്കെ. അപ്പോൾ അതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതിലൊരു കുട്ടിക്ക് 99% വാങ്ങാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് അറിയാം? 172 മാർക്കാണ് വേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഷിഫ്റ്റിലോ 203 മാർക്ക് മതി. മനസ്സിലായില്ലേ? എത്ര 300 നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ജാനുവരിയിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഏറ്റവും ടഫായിട്ടുള്ള ഷിഫ്റ്റ് 148 മാർക്ക് മതി. അതായത് 50%ൻ്റെ താഴെ മതി. എന്നാൽ ഏറ്റവും സിമ്പിൾ ഷിഫ്റ്റ് എത്രയാണ്? 200 മാർക്കാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു സേഫ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് 97ആണ്. അപ്പോൾ ഈ സേഫ് പെർസെൻറ്റേജ് 97 കിട്ടാൻ വേണ്ടിയിട്ട് ജെയ് ഏപ്രിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടഫ് ഷിഫ്റ്റിൽ 137ഉം ഏറ്റവും സിംപ്ലസ്റ്റിൽ 167ഉം. ഓക്കെ, ഒരു ആവറേജ് ഒക്കെ നമ്മൾ പറയണം 150. ആ പകുതി മാർക്ക് അല്ലെങ്കിൽ പകുതിയുടെ താഴെ മാർക്ക് നിങ്ങൾ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ നമുക്ക് അത്ര എന്താണല്ലോ സ്കോർ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്താക്കണം? ഉഷാറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ എന്താക്കണം? പഠിക്കണം. അതായത് ക്വസ്റ്റ്യനൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്, ചുമ്മാ കാർഡടിച്ച് വെടി വെക്കാതെ ഹാൻഡ് പിക്ക് ചെയ്ത് ഏതാണ് ചോദ്യം വരാൻ സാധ്യത അത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? അറ്റാക്ക് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾ അതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ബാച്ചാണ് സൂപ്പർ കിങ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർഷം ഇല്ലല്ലോ, നമ്മുടെ ഫസ്റ്റ് ഫേസ് ജാനുവരി അല്ലേ? അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഷിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് ഇനി ഏകദേശം 8 മാസമായിട്ടുള്ള തന്നെ കണക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ കയറി പോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഭാവി എന്താവും? സേഫ് ആവും. സോ കറക്റ്റ് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ജോയിൻ സൂപ്പർ കിങ്സ് ബാച്ച്.